താലിലത്താലി. രചന മുഹമ്മദ് റാഫി. അവതരണം സൽസാമുസ്തു. പെട്ടെന്ന് എൻ്റെ കരങ്ങളിൽ എന്നോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്നവളെ ഒരു നിമിഷം ഞാൻ ഇമവെട്ടാതെ നോക്കി നിന്നുപോയി. 2 ദിവസങ്ങളായി എൻ്റെ ഉറക്കം കളയുമ്പോൾ ഏറെ വൈകി മിഴികൾ നിദ്രയെ പുലുകുമ്പോഴും അതിന് മധുരം കൂട്ടാനെന്നാണ് എൻ്റെ സ്വപ്നങ്ങളിൽ നിറയുന്നവൾ. വീണ്ടും ഈ മുഖമൊന്ന് കാണാൻ ഒരുപാട് ആഗ്രഹം തോന്നിയിരുന്നു. അപ്പോഴേക്കും ഈശ്വരൻ തന്നെ എൻ്റെ മുമ്പിൽ ചേർത്തി നിർത്തി തന്നെങ്കിലും ഇവളെനിക്കുള്ളതാണെന്ന് ഈ അമ്പലപ്പടവിൽ വെച്ച് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു. മോനെ യദു, ഞങ്ങൾക്കരികിൽ ചേർന്ന് അമ്മയുടെ സ്വരമേറുന്നപ്പോഴാണ് അവൾ എൻ്റെ കൈകളിലാണ് ഇപ്പോഴുള്ളതെന്ന ബോധം രണ്ടുപേരിലും വന്നത്. പെട്ടെന്ന് തന്നെ അവളെ നേരെ പിടിച്ച് നിർത്തിക്കൊണ്ട് ഞാൻ അമ്മയൊന്ന് നോക്കിയതോ തൊട്ടാൽ ചോരപ്പൊടിയും വിധം ആ മുഖം ചുവന്നു തുടുത്ത് കിടപ്പുണ്ട്. എൻ്റെ അമ്മേ, എന്താ പറഞ്ഞിട്ട് ഈ മുഖം ഇങ്ങനെ ഇപ്പോൾ പൊട്ടിപ്പോകുമല്ലോ. അതും പറഞ്ഞുകൊണ്ട് ഞാൻ കവിളിലൊന്ന് പിച്ചിയതും എൻ്റെ കയ്യിൽ ഒറ്റ തട്ടായിരുന്നു. നീ എന്താണ് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വന്നത് തന്നെയല്ലേ? അതെന്താ പാറുട്ടി അങ്ങനെ ചോദിച്ചത്? അല്ല, ഇവിടെയുള്ള കാഴ്ച കണ്ട് ചോദിച്ചു പോയതാ. അതമ്മേ, എൻ്റെ സാരിയിൽ വിളിച്ച് ചവിട്ടി വീഴാൻ പോയപ്പോൾ. എന്തോന്ന്? നിനക്കെന്താ പിറന്നാളായപ്പോഴുള്ള ബുദ്ധിയും പോയോ? അങ്ങനെയല്ല അമ്മേ, ഈ കുട്ടിയുടെ സാരിയിൽ ആരോ ചവിട്ടി വീഴാൻ പോയപ്പോൾ. മതി, എൻ്റെ മോൻ വല്ലാതെ കിടന്ന് ഉരുളണ്ട. വേഗം പോയി പ്രാർത്ഥിക്കാൻ നോക്ക്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുപ്പിലും ദൈവം ഇരിക്കുന്നു എന്നല്ലേ പറയാറുള്ളത്. അപ്പം പിന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും മതിയല്ലോ. ചെന്ന് കൊഞ്ചാതെ പോയി പ്രാർത്ഥിച്ച് വാച്ചക്ക. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മ താഴേക്കിറങ്ങിപ്പോയതും ഒരാൾ അവിടെ എന്നെ തന്നെ നോക്കി നിൽപ്പുള്ളത് ഞാൻ ഓർത്തത്. ഡോ, ആ വായ അടച്ചു പിടിച്ച് ഒരു മയത്തിലൊക്കെ വായി നോക്ക്. അവളെ തലക്കെട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ട് അത് പറഞ്ഞപ്പോഴാണ് പെണ്ണിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തത്. ഓ പിന്നെ, നോക്കാൻ പറ്റിയൊരു സാധനം. ഞാൻ ഇങ്ങനെ ഭംഗി നോക്കിയതൊന്നുമല്ല. അതാ നിൽപ്പുണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നോട്ടം എവിടേക്കാണെന്ന്. ഓ, മനസ്സിലായെങ്കിൽ നന്നായി. അല്ല, ഇന്ന് യദുവിൻ്റെ ബർത്ത്ഡേ ആണോ? അതെങ്ങനെ മനസ്സിലായി? അമ്മ പറയുന്നത് കേട്ടു. അങ്ങനെ ഇയാളെ പേരും കിട്ടി. ഓ, അപ്പം നോട്ടം നെഞ്ചത്തേക്കാണെങ്കിലും ശ്രദ്ധ ഇവിടെ തന്നെ ആയിരുന്നല്ലേ. ഒരു കുസൃതി ചിരിയോടെ ഞാനത് പറഞ്ഞത് അവളുടെ മുഖത്ത് ഞാൻ കണ്ടു കള്ളപ്പിടിക്കപ്പെട്ട പോലെയുള്ള ചമ്മിയൊരു ചിരി. ചോദിച്ചതിനുള്ള ഉത്തരം തായോ? അതെ. എന്തേ, വല്ല ഗിഫ്റ്റ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് ഞാൻ ഇപ്പോഴും തരുന്നത്. ഓ, പറിച്ചു കേട്ടതൊന്നും മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ തരുമായിരുന്നു എന്ന്. തീർച്ചയായും തരും. നീ എന്താ രാവിലെ തന്നെ ഇവിടെ, അതും ഈ വേഷത്തിൽ? നാളെ എനിക്ക് എക്സാമാണ്, അതുകൊണ്ട് ഇന്ന് ഭഗവാനെ കണ്ട് കാത്തോളേന്ന് പറയാൻ വന്നതാണ്. ഓ, കാര്യം സാധിക്കത്തക്ക്. യെസ്. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് മൂപ്പരെന്ത് പറഞ്ഞു? ആ, കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആരും മാറുമോന്തോ. ദർശന, നീ വരുന്നില്ലേ ദർശന? പടികെട്ടിനെ താഴെ വന്നൊരു പെൺകുട്ടിയത് ചോദിച്ചതും പെണ്ണ് എന്നിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞാൻ വന്നോളാം, നീ നടന്നോന്ന്. യദു കൃഷ്ണ, ദർശന, കൊള്ളാം. എന്താ പറഞ്ഞേ? ഒന്നുമില്ലേ, പോയി പ്രാർത്ഥിച്ച് വരാമെന്ന് പറഞ്ഞതാ. എന്നാൽ ഞാനുണ്ട്. അതിന് നീ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് വെച്ച് ഇയാളുടെ കൂടെ ഒരിക്കൽ കൂടി അവിടെ വന്ന് പ്രാർത്ഥിച്ചെന്ന് കരുതി ഈശ്വരൻ കോപിക്കൊന്നുമില്ലല്ലോ. ഓ, എന്നാൽ പിന്നെ കൂടെ വന്ന് നല്ലതുപോലെ പ്രാർത്ഥിച്ചോ. ഭഗവാനെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സാധനത്തിന് നീ കാണുന്നില്ലേ? അതിന് എനിക്ക് തന്നെ ഇങ്ങനെ തന്നേക്കണേ. ഇന്നേവരെ ഇവിടെ വന്ന് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുന്നു, എന്നോട് ഒട്ടിച്ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന ഈ സാധനത്തിനെ എൻ്റെ താലിയുടെ അവകാശിയാക്കണേ. എൻ്റെ ആവശ്യം അങ്ങയുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയാതെ അങ്ങ് പരിഗണിച്ചേക്കണേ. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നതും പെണ്ണ് എന്നെ തന്നെ നോക്കി നിൽപ്പുണ്ട്. രണ്ടാളുടെ നോട്ടം തമ്മിലെടുക്കിയതും അവളുടെ മുഖത്ത് ചെറിയൊരു ചമ്മൽ ഞാൻ കണ്ടു. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? ആഘോഷമൊക്കെ കാണുമല്ലോ. പിന്നില്ലാതെ. ആഘോഷമല്ല, ഗംഭീര ഉത്സവം തന്നെയാണ്. പക്ഷെ ഒറ്റ കുറവുണ്ട്. അതെന്നാ? നെറ്റിപ്പട്ടം കെട്ടി മുമ്പ് നിർത്താൻ ആനയെ കിട്ടിയില്ല, അതുകൊണ്ട് ഉത്സവം വേണ്ടെന്ന് വെച്ചു. നിനക്കൊഴിവുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു. എന്തോന്ന്? അവൾ നെറ്റി ചൊളിച്ചോടി ചോദിച്ചു. നെറ്റിപ്പട്ടം കെട്ടി മുമ്പ് നിർത്താനേ നിന്റെ കെട്ടിയോളം നിർത്തിക്കോ. നിന്നെ കെട്ടിയിട്ട് വേണമെന്ന് നിർത്താൻ. നല്ല ചേലുണ്ടാവും കാണാൻ. ദേ, തമാശിക്കാതെ കാര്യം പറയുന്നുണ്ടോ? എന്ത് കാര്യം? ഇന്ന് യദുവിൻ്റെ വീട്ടിൽ ആഘോഷമുണ്ടോ ഇല്ലയോ? അറിഞ്ഞിട്ടതിനാ? കുറ്റിയും പറിച്ച് വരാനാണോ? യദു വിളിച്ചാൽ ഞാൻ വരും. എൻ്റെ പൊന്നുമോളെ, അങ്ങനെ പരിപാടിയൊന്നുമില്ല. എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഒരു ഉഗ്രൻ സദ്യ, പിന്നെ വൈകിട്ട് ഫ്രണ്ട്സും കൂടി ഒരു കറക്കം, അത്ര തന്നെ. എന്നാൽ ഞാനും വന്നോട്ടെ വീട്ടിലേക്ക്. ഒന്നുമില്ലെങ്കിൽ യദുവിൻ്റെ വീടൊന്നും എനിക്ക് കാണാലോ. അത് മാത്രമല്ല, അമ്മയുടെ കൈപ്പുണ്യം ഒന്ന് അറിയുകയും ചെയ്യാം. എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞാലേ നീ അവിടുന്ന് പോവില്ല. ആ സ്നേഹം പോലെ തന്നെ മധുരമുള്ളതാണ് വിളമ്പി തരുന്ന ഭക്ഷണത്തിനും. ഇയാൾക്ക് സമ്മതാണെങ്കിൽ കൂടെ കൂടെ എനിക്ക് സമ്മതാണെന്ന്. എന്താ പറഞ്ഞത് നീ? ആ അമ്മയുടെ മകളായി എനിക്ക് മുമ്പ് നിൽക്കുന്ന യദുവിൻ്റെ പെണ്ണായി നിങ്ങൾക്കിടയിൽ ഒരാളാവാൻ എനിക്ക് സമ്മതമാണെന്ന്. എന്തോ അവളത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. കണ്ട നിമിഷം മുതൽ അവളെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു ഇവൾ എൻ്റേതാവണമെന്ന്. ഇതിപ്പോൾ ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സറിഞ്ഞതുപോലുള്ള അവളെ സംസാരം, അത് ഭഗവാന്റെ മുമ്പിൽ വെച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഹലോ, എന്തോന്നും മിണ്ടാത്തേ? എന്താ, കൂടെ കൂട്ടാൻ പറ്റില്ലേ?
നീ എന്താ പെണ്ണ തമാശ പറയണോ? ഒരിക്കലല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇയാളെ. ഇന്ന് തോന്നി ഇഷ്ടമല്ല കേട്ടോ. അന്ന് രാത്രി കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഈ ചെക്കനെ എനിക്ക് തന്നേക്കണേ എന്ന്. പിന്നെ അന്നെന്നെ സുരക്ഷിതമായി ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടപ്പോൾ ഞാൻ ചേർത്ത് പിടിച്ചപ്പോൾ അതിനിഷ്ടമില്ലാത്ത രീതിയിൽ പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു ഇഷ്ടം കൂടുകയായിരുന്നു. ഇന്നിപ്പോൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഈ മുഖം എനിക്ക് മുമ്പിൽ കാണിച്ചു തരാൻ എൻ്റെ മനസ്സറിഞ്ഞ പോലെ തന്നെ ഈശ്വരൻ്റെ പ്രാർത്ഥന കേട്ടു. ആലോചിച്ച് പറഞ്ഞാൽ മതി, അത്യാവശ്യം കുരുത്തക്കേടുണ്ടെങ്കിലും ഇയാളെ പാറുട്ടിയും പൊന്നുപോലെ സ്നേഹിച്ചേക്കാം ഞാൻ. അത് പറഞ്ഞുകൊണ്ട് എനിക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് തിരിഞ്ഞോടാൻ നിന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ഞാൻ എന്നിലേക്ക് ചേർത്ത് നിർത്തി. എവിടേക്കാണ് അതും പറഞ്ഞ് ഓടിപ്പോകുന്നത്? എൻ്റെ മറുപടി ഞാൻ ഇപ്പം തന്നെ പറയട്ടെ. എന്നേക്കാളേറെ എൻ്റെ പാറുട്ടിയെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അമ്പാടി തറവാട്ടിൽ യദുകൃഷ്ണൻ്റെ പെണ്ണാവാൻ റെഡി ആയിക്കോ. എൻ്റെ അമ്മയുടെ സമ്മതം കിട്ടിയാൽ ഉടനെ തന്നെ ഞാനങ്ങ് വരും ഇയാളെ സ്വന്തമാക്കാൻ. അതിൽ സംശയം വേണ്ട, എപ്പോഴും കുറച്ച് കൂടുതൽ സ്നേഹം ഞാൻ അമ്മക്ക് കൊടുത്തോളാം. മോൻ ചെന്ന് അമ്മയുടെ സമ്മതം ചോദിച്ചു നോക്ക്. എനിക്കും കൂടെ വരാൻ 100 വട്ടം സമ്മതമാണ്. അന്ന് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്കൊപ്പം ദർശനം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആരോട് കൂട്ടുകൂടുന്ന പ്രകൃതമായിരുന്നു അവളുടെ. അമ്മയോട് നിർത്താതെ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ സംശയഭാവത്തിൽ അമ്മ എൻ്റെ നേരെ നോട്ടം എറിഞ്ഞെങ്കിലും ഞാൻ ഒന്നും അറിയാത്ത പോലെ നടന്നു. അമ്മ വിളമ്പിക്കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ അവളുടെ മിഴികൾ നിറയുന്നതാരും കാണാതെ അവൾ തുടച്ചു നിൽക്കിയെങ്കിലും അത് ഞാൻ കണ്ടിരുന്നു. എന്താടോ കണ്ണ് നിറഞ്ഞത്? എൻ്റെ പാറുട്ടിയുടെ ഭക്ഷണം സൂപ്പറല്ലേ? പറയാനുണ്ടോ? ശരിക്കും ഏത് ഭാഗ്യവാനാണ് അടുത്തിരുന്ന് ഇങ്ങനെ സ്നേഹത്തോടെ വിളമ്പിത്തരാനും കഴിപ്പിക്കാനും ഇതുപോലൊരു അമ്മയില്ലേ കൂടെ. അതാണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. കണ്ണ് നിറച്ചുകൊണ്ട് അവളത് പറഞ്ഞതുകൊണ്ടും ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോകുമ്പോൾ ഞാനും അമ്മയും സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്തു തരാറില്ലേ നിനക്ക്? അമ്മ ഒരു പുച്ഛത്തോടെയായിരുന്നു അവളത് പറഞ്ഞത്. മോളെന്ത് പറഞ്ഞു വരുന്നത്? മോളുടെ അമ്മ. അതുവരെ മൗനമായി നിന്ന അമ്മ അവളുടെ സംസാരം കേട്ടതും സംശയത്തോടെ ചോദിച്ചു. എനിക്ക് അമ്മയുണ്ട്, പേരിന് മാത്രം ഒരമ്മ. പണം എത്ര വേണമെങ്കിലും തരും. അച്ഛൻ തരുന്നതിന് ഇരട്ടി അമ്മ തരും. അതറിഞ്ഞാൽ അമ്മയെ തോൽപ്പിക്കാൻ അച്ഛനും പണം കൊണ്ട് സ്നേഹം അറിയിക്കും. അങ്ങനെ അച്ഛനും അമ്മയെ പണം കൊണ്ട് മത്സരിച്ച് സ്നേഹിക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോയൊന്നുണ്ട്. ഒരു മകൾ ആഗ്രഹിക്കുന്ന വാത്സല്യം, സ്നേഹത്തോടെ പറയുന്ന വാക്കുകൾ, സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും തലചായ്ക്കാനൊരു മടിത്തട്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ പപ്പയും മമ്മിയും സ്നേഹത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തിനേറെ പറയുന്നു, അവരെന്ന് ഒരുമിച്ച് ചേർന്ന് പോലും ഞാൻ കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് എൻ്റെ പപ്പയും മമ്മിയും ഒരുപാട് സന്തോഷത്തോടെ ഒരുമിച്ച് നിന്ന സ്ഥലം ഏതാണെന്നറിയോ? കോടതി. ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ അന്നവർ രണ്ടുപേരും എനിക്ക് വേണ്ടി മാത്രം വാദിച്ചില്ല. കൂടെ കൂട്ടിയാൽ സ്വന്തം സുഖം നഷ്ടമാവുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും ചെറുപ്പം മുതൽ എൻ്റെ ജീവിതം ഇങ്ങനെ ബോർഡിങ്ങിലും ഹോസ്റ്റലിലേക്ക് ആയിപ്പോയത്. അതും പറഞ്ഞുകൊണ്ട് അവൾ കരച്ചിലടുക്കി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി മുതൽ നിനക്ക് ഞാനുണ്ട് പെണ്ണേ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ മനസ്സ് വല്ലാതെ കുതിച്ചു. മോള് സങ്കടാവണ്ട, എല്ലാം ശരിയാവും. ഇതുവരെ കിട്ടാത്ത സ്നേഹവും വാത്സല്യവും മോക്ക് പകർന്നു തരാൻ ഈശ്വരൻ ആരെങ്കിലും ഒരാളെ കരുതി വെച്ചിട്ടുണ്ടാവും. അമ്മ അവളുടെ തലയെ തലോടിക്കൊണ്ട് അത് പറയുമ്പോൾ അറിയാതെ ഞാനും ആഗ്രഹിച്ചു പോയി, ഇവളെ ഞാൻ മകളായി കൊണ്ട് വന്നോട്ടെ എന്ന് അമ്മ എന്നോട് പറയുന്നൊരു വാക്കിനായി. പക്ഷെ അതുണ്ടായില്ല. എങ്കിൽ ഞാൻ പോട്ടെ അമ്മേ, ഇപ്പം തന്നെ വൈകി. മോനെ ഏതു ഇവളെ തനിച്ച് വിടണ്ട, നീ ഒന്ന് കൊണ്ടുവിട്ടേക്ക്. അമ്മ അത് പറഞ്ഞു തീർന്നതും അമ്മയുടെ കവളിലൊന്ന് മുത്തിക്കൊണ്ട് പോവാൻ തിരിഞ്ഞ് അവളുടെ കയ്യിൽ പിടുത്തമിട്ട് കണ്ട് എൻ്റെ അമ്മക്ക് മുമ്പിലേക്ക് നിർത്തി. ആ സമയം അമ്മ എന്നെ സംശയത്തോടെ എന്നെ ഒന്ന് നോക്കി. ഞാൻ അമ്മയുടെ ഒരു ആഗ്രഹം പറയട്ടെ? എന്താ മോനെ? അമ്മ പറഞ്ഞില്ലേ ഇവളെ സ്നേഹിക്കാൻ ഈശ്വരൻ്റെ ആളെ കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന്. എൻ്റെ പെണ്ണായി, എൻ്റെ പാറുട്ടിക്കൊരു കൂട്ടായി ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ ഇവളെ. ഞാനത് പറയുമ്പോൾ അമ്മയുടെ മുഖഭാവം പെട്ടെന്ന് മാറിയിരുന്നു. സന്തോഷത്തോടു കൂടി അമ്മ അതിന് സമ്മതം പറയുമെന്നൊരു പ്രതീക്ഷ മാറ്റിമറിച്ചുകൊണ്ട് ഒന്നും പറയാതെ അമ്മ അകത്തേക്ക് നടന്നു നീങ്ങുമ്പോൾ അമ്മയെ നോക്കി നിൽക്കുന്ന അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നത് വേദനയോടെയാണ് ഞാനും നോക്കി കണ്ടത്. തുടരും. എന്തുകൊണ്ടായിരിക്കും അമ്മ ഇങ്ങനെ പ്രതികരിച്ചതെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള എൻ്റെ യാത്ര. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കുറയാതെ നിങ്ങൾ നോക്കുക. നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ലൈക്കും കൂടെ ഇടുക, ഒരു കമൻറ്റും കൂടെ ഇടുക. അപ്പോഴേ നമ്മുടെ സ്റ്റോറി മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടെയാണ് ഇന്നത്തേക്ക് ഞാൻ വിട പറയുന്നത്. അപ്പം എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും മിസ് മീ സൽസ മുസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.